എന്തെങ്ങനെ നോക്കണേ? ഒരു നിറഗർഭിണിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നൊന്നും ശരിയല്ല കേട്ടോ. ഞാൻ ചെയ്യാം. പിന്നെ ഞാനൊന്ന് നാട്ടിൽ പോയി വന്നാലോന്ന് ആലോചിക്കുക. 3-ാം മാസത്തിൽ പോയതല്ലേ. നീ വയറും വെച്ച് അങ്ങോട്ട് ചെന്നാൽ അവർക്ക് മനസ്സിലാവില്ലേ? മനസ്സിലാവും, പക്ഷെ എന്ത് ചെയ്യാനാ? രാമനോട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി രാമ ചെയ്തോ? നമ്മൾ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നവരെ രാമ വീട്ടിൽ പറഞ്ഞോ? ഇനിയും പറഞ്ഞില്ലേ ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ. മോളെ കടക്കൈയൊന്നും ചെയ്യരുത്. കാര്യത്തിലുള്ള പെണ്ണുകാണല്ലോ ചേട്ടനെ. ആ കൂട്ടത്തിൽ ഞാൻ ഇതും പറയാം. നീ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം ശരിയാവും. ഉറപ്പാണോ? ഉറപ്പ്. ഞാൻ കൊണ്ടുപോകണോ നിന്നെ? വന്നോ? എന്താ നിനക്ക് ആകമത്തൊരു മാറ്റം പോലെ? അത് ബസ്സിൽ വന്നതിന്റെ ക്ഷീണമായിരിക്കും. വേഗം പോയി കുളിച്ചിട്ട് ഒരുങ്ങിട്ട് വാ. എന്തിനു? നിന്നൊരു കുട്ടി കാണാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അമ്മയടുത്ത് എനിക്ക് കല്യാണം നോക്കണ്ടെന്ന്. പിന്നെ നിന്റെ ഇഷ്ടത്തിനാണല്ലോ ഞാൻ കല്യാണം നോക്കുന്നത്. വേഗം ഒരുങ്ങിട്ട് പാടി. മുനിപ്പ് എന്ത് ചെയ്യുന്നു? ഫോട്ടോഗ്രാഫറാ. അതാണല്ലോ ഇപ്പത്തെ ഫാഷൻ. ഇവൾക്ക് താഴെ 2 പേരും കൂടി ഉണ്ട്. കോളേജിൽ പോയേക്കുക. ഇവളൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് വേണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ. നിന്നോട് ഞാൻ എന്ത് പറയാനാ? ഇത്രയും കാലം നിനക്കെന്നെ പറ്റിക്കാൻ കഴിഞ്ഞല്ലോ. എനിക്കിനി ഇങ്ങനൊരു മകളില്ല. നിനക്ക് താഴെ ഇനി 2 ഉണ്ട്. നിനക്ക് വേണ്ടി അവരെ മറക്കാൻ എനിക്ക് പറ്റില്ല. നീ ആയിട്ടെടുത്ത തീരുമാനല്ലേ? നീ പോയി ജീവിക്കേ. മോളെ കൃഷ്ണ വന്നില്ലേ? ഇല്ലേച്ചി. മോള് കുറച്ച് ദിവസമല്ലേ വന്നിട്ട്? അവനിങ്ങോട്ട് കണ്ടതേ ഇല്ല. വേഗം വരുന്ന പറഞ്ഞിട്ടാ പോയെ. ചിലപ്പോ നിന്നെ തിരക്കിപ്പെട്ടുണ്ടാവും. പിന്നെ ഗായത്രിയുടെ പെണ്ണ് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായേ. ചിലപ്പോ അതായിരിക്കും. എന്തായാലും മോളൊന്ന് വിളിച്ചു നോക്ക്. രാത്രി കൂട്ടെടുക്കണെങ്കിലേ വിളിക്ക്, ഞാൻ വരാം. ശരി ചേച്ചി. ശരി. ഹലോ ഗായത്രി, ഒന്ന് രാമകൃഷ്ണൻ ഫോൺ കൊടുക്കോ? അയ്യോ അല്ല, ഞാൻ സുമതിയായിരുന്നു, രാമകൃഷ്ണന്റെ ഭാര്യ. ഇതാരാ? ആ